ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിച്ചേക്കില്ല. കർണാടകയിൽ നിന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ കൊണ്ടുവരാനിപ്പോൾ കോൺഗ്രസിന്റെ നീക്കം. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഇനിയൊരു അംഗം ലോക്സഭയിലേക്ക് വേണ്ട എന്നൊരു തീരുമാനം സോണിയാഗാന്ധി തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അനുബന്ധമായിട്ട് നെഹ്റു കുടുംബത്തിലെ തന്നെ മറ്റൊരു ആളുടെ പേര് ഇതിലേക്ക് നിർദ്ദേശിക്കാം എന്നൊരു താല്പര്യമായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും ആ വിധത്തിലുള്ള ഒരു അഭിപ്രായമാണ് പുലർത്തി വന്നത്. അത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പാകുന്നു. അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ചില നേതാക്കന്മാരുടെ പേരുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ താല്പര്യം അനുസരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുക. ഏതായാലും രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ യുപിയുടെ സംസ്ഥാന ഘടകം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ വിധത്തിലൊരു സാഹചര്യം കാര്യങ്ങൾ പോകില്ല എന്ന് സൂചിപ്പിക്കുന്നതല്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കാം എന്നുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ എതിരാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും ആ ഒരു സംഘർഷം തുടർന്ന് വരികയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏകോപനമില്ലായ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഉത്തർപ്രദേശ് ഘടകവുമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഉത്തർപ്രദേശ് ഘടകം വിവിധ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ തങ്ങളുടെ നിലപാട് ഇതാണ്, ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്തായാലും അതിന് തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന വിധത്തിലാണ് അവർ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലവും സോണിയാഗാന്ധി അവിടെ മത്സരിക്കേണ്ട എന്നൊരു ചിന്തയ്ക്ക് പിന്നിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.